നേപ്പാളിൽ നിന്നുള്ള വിവരങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. നേപ്പാളിൽ രണ്ടാം ദിനവും പ്രക്ഷോഭം ശക്തമായി തന്നെ തുടരുകയാണ്. കർഫ്യൂവിനിടെ പാർലമെന്റിന് മുന്നിൽ സമരക്കാർക്ക് നേരെ ഇന്ന് വെടിവെപ്പുണ്ടായി. പ്രക്ഷോഭം തുടരുന്നതിനിടെ ആരോഗ്യമന്ത്രിയും കൃഷിമന്ത്രിയും രാജിവെച്ചു. നേപ്പാളിൽ രാജിവെക്കുന്ന മൂന്നാമത്തെ മന്ത്രിയാണ് ഇത്. പ്രധാനമന്ത്രി രാജിവെക്കുന്നതുവരെ പ്രക്ഷോഭം എന്നതാണ് സമരക്കാരുടെ പ്രഖ്യാപനം. നേപ്പാളിലെ ഇന്ത്യൻ പൗരന്മാരോട് ജാഗ്രത പാലിക്കാൻ ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുന്നു ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന്. ശ്രീജിത്ത്, ഇത് സോഷ്യൽ മീഡിയയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ നിരോധനത്തിന്റെ പേരിൽ തുടങ്ങിയ പ്രതിഷേധം, അത് ആ നിരോധനം നീക്കിയ ശേഷവും തെരുവിലെ വലിയ പ്രക്ഷോഭമായി മാറിയിരിക്കുന്നു. ഭരണവിരുദ്ധ വികാരമാണോ ഈ പ്രക്ഷോഭത്തിലൂടെ പുറത്തുവരുന്നത്? 3 മന്ത്രിമാർ രാജിവെച്ചിട്ടും അവസാനിക്കാത്ത പ്രക്ഷോഭം ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള ഒന്നായി മാറിയിരിക്കുന്നു. എന്താണ് നേപ്പാളിൽ സംഭവിക്കുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെ കാണേണ്ടി വരും. കാരണം ഒരു 26 സാമൂഹ്യ മാധ്യമങ്ങൾ നിരോധിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം തുടങ്ങിയ ഒരു സമരമായിരുന്നു, പ്രക്ഷോഭമായിരുന്നു. അത് ജൻസി പ്രക്ഷോഭം എന്ന രൂപത്തിലാണ് ആദ്യം തുടങ്ങുന്നത്. ഇന്നലെ അങ്ങനെ തന്നെയായിരുന്നു നമ്മളെല്ലാവരും റിപ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷേ കാര്യം മാറി, സാഹചര്യം മാറുന്നു. ഇതിൻ്റെ സമരത്തിൻ്റെ ഗൗരവം വളരെ വലുതായി മാറുന്നു. നേപ്പാളിലെ സർക്കാരിനെതിരായ വികാരമായി, പ്രക്ഷോഭമായി, പോരാട്ടമായിട്ടാണ് ഇപ്പോൾ സമരം മാറുന്നത്. കാരണം നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് നേപ്പാൾ പാർലമെന്റിന് മുന്നിൽ സമരക്കാർക്ക് നേരെ പോലീസ് നടത്തുന്ന വെടിവയ്പ്പാണ്. സർക്കാരിന് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ സമരം മാറുന്നു, പ്രക്ഷോഭം മാറുന്നു, പോരാട്ടം മാറുന്നു. അതിൻ്റെ കാരണം ഇതൊരു അഴിമതി വിരുദ്ധ പോരാട്ടമായിട്ടാണ് മാറുന്നത്. നേപ്പാളിലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രൂപത്തിൽ സർക്കാരിനെതിരെ അഴിമതി വിരുദ്ധ വികാരം വന്നിരുന്നു, അഴിമതി ആരോപണങ്ങൾ വന്നിരുന്നു. അങ്ങനെ ആ സാമൂഹ്യ മാധ്യമങ്ങൾ എന്തുകൊണ്ട് നിരോധിച്ചു? എൻ്റെ സാമൂഹ്യ മാധ്യമത്തിൽ ഞാൻ സർക്കാരിനെതിരെ പോസ്റ്റ് ചെയ്തത് ആ സാമൂഹ്യ മാധ്യമം നിരോധിക്കാൻ കാരണമായി മാറി എന്ന വികാരമാണ് നേപ്പാളിലെ ജനങ്ങൾക്ക്. അത് ചെറുപ്പക്കാർക്കിടയിൽ തുടങ്ങി ബഹുജനങ്ങളിലേക്ക് മാറി അവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളെ ഉൾക്കൊള്ളുന്ന രൂപത്തിലേക്ക് പ്രതിഷേധം മാറുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് സർക്കാരിൻ്റെ നിയന്ത്രണത്തിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇപ്പോൾ ഉള്ളത്. 3 മന്ത്രിമാരാണ് രാജിവെക്കുന്നത്. ഇന്നലെ ആദ്യം രാജിവെക്കുന്ന ആഭ്യന്തരമന്ത്രിയായിരുന്നു. ഇന്നലെ അടിയന്തര മന്ത്രിസഭാ യോഗം വിളിക്കുമ്പോഴാണ് ആഭ്യന്തരമന്ത്രി രാജിവെക്കുന്നത്. അതിനുശേഷം ഇന്ന് 2 മന്ത്രിമാർ, കൃഷിമന്ത്രിയും ആരോഗ്യമന്ത്രിയും രാജിവെക്കുന്നു. അങ്ങനെ സർക്കാരിനെ വലിയ രൂപത്തിൽ പ്രതിരോധത്തിലാക്കുന്നു. സർക്കാരിന് ഒരു തരത്തിലും ഇതിനെ തടയാൻ കഴിയുന്നില്ല. ഇനി പോലീസിനെ ഉപയോഗിച്ചോ സൈന്യത്തെ ഉപയോഗിച്ചോ നേരിടാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് ഇത് ജൻസി പ്രക്ഷോഭത്തിനപ്പുറത്തേക്ക് വലിയ ബഹുജന പ്രക്ഷോഭമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നേപ്പാളിലെ അവസ്ഥ. ഇപ്പോൾ പാർലമെന്റിന് മുന്നിൽ വലിയ രൂപത്തിൽ പ്രതിഷേധം, പ്രക്ഷോഭം, പാർലമെന്റിന്റെ മതിലുകൾ തകർക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. കർഫ്യൂ കൊണ്ടൊന്നും ഈ സമരത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി രാജ്യം വിടാൻ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ്. എന്നാൽ പോലും ഇന്ത്യൻ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ കൊണ്ടുപോകാനായി ഹിമാലയൻ എയർലൈൻസ് അവിടുത്തെ ഔദ്യോഗിക വിമാന സർവീസാണ്. ആ വിമാനം നേപ്പാളിൽ തയ്യാറായി നിൽക്കുന്നു എന്നൊരു വിവരം കൂടിയാണ്. അദ്ദേഹം ദുബായിലേക്ക് പറക്കുമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരം. ഒരുപക്ഷെ ചിലപ്പോൾ സർക്കാർ രാജിവെച്ചൊഴിയേണ്ട സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. പ്രക്ഷോഭകരും അതുതന്നെയാണ് ആവശ്യപ്പെടുന്നത്. കാരണം ഇനി പ്രധാനമന്ത്രി രാജിവെക്കാതെ, ഈ സർക്കാർ വീഴാതെ, അഴിമതി സർക്കാർ വീഴാതെ പ്രക്ഷോഭത്തിൽ പിന്നോട്ടില്ല എന്നാണ് ഈ സമരക്കാർ പറയുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ സമരത്തിന് ഒരു നേതൃത്വമില്ല. അവരുടെ ആവശ്യം ഒന്നേ ഉള്ളൂ, അഴിമതിയിൽ മുങ്ങിയ സർക്കാർ രാജിവെക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യമായി ഇപ്പോൾ ഉയർന്നു വരുന്നത്. എന്തായാലും ഇന്ന് 2ാം ദിനമാകുമ്പോഴേക്കും, ഉച്ചയാകുമ്പോഴേക്കും വലിയ പ്രക്ഷോഭമാണ് നേപ്പാൾ കാണാൻ കഴിയുന്നത്. GK. ശ്രീജിത്ത്, ഇത് സ്വാഭാവികമായി ഇപ്പോൾ ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ച് പ്രധാനമന്ത്രി രാജ്യം വിടാൻ ഒരുങ്ങുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അതിലൊരു സ്ഥിരീകരണം ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. അതേസമയം തന്നെ സർക്കാരിൻ്റെ നിയന്ത്രണത്തിന് പുറത്തേക്ക് കടന്ന് ഇതൊരു ജനകീയ പ്രക്ഷോഭം എന്ന നിലയിലേക്ക് ഇപ്പോൾ നേപ്പാളിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ രൂപം മാറിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ ഭരണം അട്ടിമറി എന്നതിലേക്കാണോ ഈ കാര്യങ്ങളൊക്കെ ചെന്നെത്താൻ പോകുന്നത്? ഇപ്പോൾ നമ്മൾ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. തീർച്ചയായും തത്സമയ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക്, അവരുടെ കൈവിട്ട കളിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ സമരത്തിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഏകീകൃത രൂപമില്ല. സമരക്കാർക്ക് ഒരേ ഒരു ആവശ്യമേ ഉള്ളൂ, ഞങ്ങൾ പോസ്റ്റ് ചെയ്ത സർക്കാർ വിരുദ്ധ പരാമർശങ്ങൾ ഉൾപ്പെടുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ നിങ്ങൾ എന്തിന് നിരോധിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് നിരോധിച്ചത്? അതിനൊരു കാരണം നിങ്ങൾ പറയുന്നത് രാജ്യത്ത് ഈ രജിസ്റ്റർ ചെയ്യാത്ത സാമൂഹ്യ മാധ്യമങ്ങളാണ് നിരോധിച്ചിട്ടുള്ളത് എന്ന കാരണമാണ് സർക്കാർ പറയുന്നത്. പക്ഷേ ആളുകളുടെ വികാരം ഉണർന്നത് ഞങ്ങൾ സർക്കാരിനെതിരായ നിരവധിയായ അഴിമതി ആരോപണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഞങ്ങൾ ഓരോരുത്തരും ഉന്നയിച്ചിരുന്നു. ആ സാമൂഹ്യ മാധ്യമങ്ങളെയാണ് നിങ്ങൾ നിരോധിക്കുന്നത്. ഞങ്ങളുടെ ആശയത്തെ അല്ലെങ്കിൽ ഞങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയാണ് നിങ്ങൾ തടസ്സപ്പെടുത്തുന്നത്. അങ്ങനെ അഴിമതിയിൽ മുങ്ങിയൊരു സർക്കാർ ഇനി വേണ്ട. അങ്ങനെയെങ്കിൽ നിങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളെ മാത്രമല്ല നിരോധിക്കാൻ പോകുന്നത്, ഞങ്ങളുടെ ആശയങ്ങളെയും ഞങ്ങളുടെ അഭിപ്രായങ്ങളെയുമാണ് നിങ്ങൾ നിരോധിക്കുന്നത് എന്ന രൂപത്തിലേക്ക് ചർച്ചകൾ വഴിമാറുന്നു. അങ്ങനെയാണ് ഓരോ സമരക്കാരും സമരമായി വലിയ രൂപത്തിലേക്ക് ചെറുതായി തുടങ്ങിയ സമരം വലുതായി വലിയ പ്രക്ഷോഭമായി മാറിയത്. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ സമരത്തെ നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിയാത്തത്. ഇതിൽ ആരെ ചർച്ചയ്ക്ക് വിളിക്കണം, ആരോടാണ് സംസാരിക്കേണ്ടത് എന്ന് സർക്കാരിന് അറിയില്ല, പോലീസിന് അറിയില്ല, സൈന്യത്തിന് അറിയില്ല. സൈന്യം ഇറങ്ങിയാണ് ഇപ്പോൾ. ഇന്നലെ മുതൽ പോലീസായിരുന്നു സമരത്തെ നിയന്ത്രിച്ചിരുന്നത്. ഇപ്പോൾ സൈന്യമാണ്, നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ സൈന്യമാണ് സമരക്കാരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.